അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ വൈബ് കോഡ് ചെയ്താണ് ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് എൻഡ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഗെറ്റ് മൈ SEO റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അനലൈസിങ്, എന്നിട്ട് താങ്ക് യു, വി ഹാവ് റിസീവ്ഡ് യുവർ റിക്വസ്റ്റ്, യുവർ പേഴ്സണലൈസ്ഡ് SEO ഓഡിറ്റ് വിൽ ബി സെൻഡ് ടു യുവർ ഇമെയിൽ ഷോർട്ട്ലി എന്ന് വന്നിട്ടുണ്ട്. ഇനി ഏജൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ഫ്ലോ ഒന്നും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒരു PDF ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു, ഇമെയിൽ സെൻഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിലിൽ വന്ന SEO ഓഡിറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്തത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് വൈബ് കോഡ് ചെയ്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ N8 യൂസ് ചെയ്തിട്ട് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ N8 യൂസ് ചെയ്തിട്ട് ഒരുപാട് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെങ്ങനെയാണ് ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പം കോഡിങ് അറിയാത്ത ഒരാൾക്കാരാണെങ്കിലോ, ഇനിയിപ്പോൾ കോഡിങ് അറിയാത്തവരെന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വൈബ് കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ N8 ഒരു വർക്ക് ഫ്ലോനെ നമുക്ക് ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ട് വൈബ് കോഡ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററോ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സോ ഒക്കെയാണ്, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ SEO എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ്. ഓക്കെ, നമുക്ക് യൂസറിന് ഈ വെബ്സൈറ്റ് URLഉം ഇമെയിലും എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സബ്മിറ്റ് ചെയ്യും. അത് ഫ്രണ്ട് എൻഡിൽ നിന്ന് എന്ത് ചെയ്യും, തിരിച്ച് നമ്മുടെ N8 വർക്ക് ഫ്ലോയിലേക്ക് പോകും. ഈ വെബ്സൈറ്റിൻ്റെ URL വർക്ക് ഫ്ലോയുടെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ വെബ്സൈറ്റിനെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത് അതിൻ്റെ SEO റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. SEO റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തത് മാത്രമല്ല, ഏതാണോ യൂസർ എൻ്റർ ചെയ്ത ഇമെയിൽ ID, ആ ഒരു ഇമെയിൽ IDയിലേക്ക് ആ ജനറേറ്റ് ചെയ്ത റിപ്പോർട്ട് ഇമെയിലായിട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു എൻറ്റയർ ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ വൈബ് കോഡ് ചെയ്താണ് ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ വരാം, എന്നിട്ട് ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഓൾറെഡി ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വൈബ് കോഡ് ചെയ്ത് വേണ്ടത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മേളിൽ കൊടുക്കാം. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഫ്രണ്ട് എൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബിൽഡ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് എൻഡ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതെന്ന്. കംപ്ലീറ്റ് നമ്മൾ വൈബ് കോഡ് ചെയ്താണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെബ്സൈറ്റ് URL എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു ഫീൽഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇമെയിൽ IDസും കൂടിയും, അതായത് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് മെയിലായിട്ട് സെൻഡ് ചെയ്യണമല്ലോ, അപ്പോൾ മെയിൽ IDയും കൂടിയും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡും കൂടിയും വേണം, ഒരു ഇൻപുട്ട് ഫീൽഡും കൂടി നമുക്ക് വേണം. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ പ്രോംപ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റൺ ചെയ്യാനായിട്ട് ഇടാം. ഇപ്പോൾ ഇതിൻ്റെ കോഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഷോ കോഡ് എഡിറ്റർ ഉണ്ട് കേട്ടോ. കോഡ് എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് കോഡും കാര്യങ്ങളും എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോഡ് അറിയാവുന്നവരാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് കോഡിൽ ചേഞ്ചും വരുത്താനായിട്ട് പോസിബിൾ ആണ്. ഓക്കെ, നമുക്കിപ്പം ഇമെയിൽ ID എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു ഫീൽഡും ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. നമുക്കിതൊന്നൊരു ഫുൾ വ്യൂ ആയിട്ടൊന്ന് കാണാം. ഓക്കെ, എന്ത് രസമുള്ളൊരു വെബ്സൈറ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നല്ല ഐക്കൺസും റിവ്യൂസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
അബൌട്ട് പേജ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് പറഞ്ഞ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഫ്രണ്ട് എൻഡ് നന്നായിട്ട് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പർപ്പസിന് ഇപ്പം ഇത് മതി. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് URL എൻ്റർ ചെയ്യാനും ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യാം. ഗെറ്റ് മൈ SEO റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, നമ്മുടെ N8N വർക്ക് ഫ്ലോയിലേക്കാണ് ഇത് പോവേണ്ടത്. ഇനി അടുത്തത് നമ്മൾ അതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് N8N വന്നിട്ട് നമുക്ക് വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ N8N വന്നിട്ടുണ്ട്. ഇനി പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പേരും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു വെബ് ഹുക്കാണ് ആഡ് ചെയ്യുന്നത്. ആ വെബ് ഹുക്കിൽ നമ്മൾ പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പോസ്റ്റ് മെത്തേഡ് കൊടുത്തു. ഇനി ഈ ഒരു വെബ് ഹുക്കിൻ്റെ URL നമ്മുടെ വൈബ് കോഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു വെബ് ഹുക്കിലേക്ക് കോൾ പോകണം. അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ AI സ്റ്റുഡിയോയിൽ വന്നിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് അതായത് വെൻ മൈ SEO ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ് ഹുക്ക് കോൾ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വെബ് ഹുക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വെബ് ഹുക്ക് കോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ വെബ് ഹുക്കിനുള്ളിൽ ലിസൺ ഫോർ ടെസ്റ്റ് ഇവൻറ്റ് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗെറ്റ് മൈ SEO റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അനലൈസിങ്, എന്നിട്ട് താങ്ക് യു, വി ഹാവ് റിസീവ്ഡ് യുവർ റിക്വസ്റ്റ്, യുവർ പേഴ്സണലൈസ് SEO ഓഡിറ്റ് വിൽ ബി സെൻഡ് ടു യുവർ ഇമെയിൽ ഷോർട്ട്ലി എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വെബ് ഹുക്കിൽ അത് റിസീവ് ചെയ്തോ എന്ന് നോക്കണം. യെസ്, നമ്മുടെ ഇവിടെ അത് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും വെബ്സൈറ്റ് URL ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്ത URL ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമെയിലും ഏത് ഇമെയിലിലേക്കാണ് സെൻഡ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ ഈ ഒരു വെബ് ഹുക്കിൻ്റെ ബോഡിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് JSON ആയിട്ട്. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം, ഈ ഒരു ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫോമിൻ്റെ അകത്തുനിന്ന് ഈ ഡേറ്റാസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ബോഡിക്കും അത് നമുക്ക് വെബ്സൈറ്റ് URLും ഇമെയിലും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഡ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കോഡ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ ഇതിനെ നമുക്ക് റിസീവ് ചെയ്തതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇൻപുട്ടായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു JSON ബോഡിയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിനെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് വെബ്സൈറ്റ് URLും ഇമെയിലും ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും വെബ്സൈറ്റ് URLൻ്റെ ഉള്ളിൽ വെബ്സൈറ്റിൻ്റെ URLും ഇമെയിൽ ID ഉള്ളിൽ ഇമെയിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് URLനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിലെ HTMLനെ നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു HTTP നോഡ് യൂസ് ചെയ്യാണ്. HTTP നോഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാനൊന്ന് ജസ്റ്റ് ഗെറ്റ് URL ഡേറ്റ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെത്തേഡ് ഗെറ്റാണ്. ഇനി ഇവിടെ URLൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡേറ്റ നമുക്കിവിടെ ആ ഒരു സോഴ്സ് കോഡ് നമുക്കിവിടെ ഗെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഏജൻറ്റിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഏജൻറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏജൻറ്റിനെ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഏജൻറ്റിൻ്റെ ഉള്ളിൽ സിസ്റ്റം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിവിടെ ഏജൻറ്റിൻ്റെ ഉള്ളിൽ ആദ്യം അതിനൊരു ചാറ്റ് മോഡലിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജെമിനിയുടെ ചാറ്റ് മോഡലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ജെമിനി 2.5 ഫ്ലാഷ് മോഡൽ ഞാനിവിടെ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മെമ്മറി ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു മെമ്മറിയും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഇനി ഏജൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിസ്റ്റം മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് നമ്മുടെ ഏജൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എനിക്ക് കിട്ടുന്ന ഡേറ്റേനെ എനിക്കൊന്ന് റീഫാക്ടർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുത്തൊരു കോഡ് ബ്ലോക്ക് ആഡ് ചെയ്യാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ഏജൻറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കിട്ടിയത്, ഒരു HTML ആയിട്ടാണ് കിട്ടിയത്. ഇനി ഇതിനെ നമുക്ക് JSON ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഡ് ബ്ലോക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കോഡ് ബ്ലോക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അതിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇത് എക്സിക്യൂട്ട് സ്റ്റെപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് PDF ആക്കി മാറ്റണം. അതിനുവേണ്ടി ഞാനൊരു PDF ആയിട്ട് HTML to PDF കൺവേർട്ട് ചെയ്യുന്ന ഒരു API യൂസ് ചെയ്തിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ HTTP നോഡ് യൂസ് ചെയ്യുന്നുണ്ട്. HTTP നോഡിൻ്റെ ഉള്ളിൽ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു API കീസും അതിൻ്റെ ക്രെഡൻഷ്യൽസും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, HTML to PDF നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ ഒരു നോഡിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് API കീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ഫ്ലോ ഒന്നും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒരു PDF ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഞാനൊരു HTTP നോഡാണ് ആഡ് ചെയ്യുന്നത്. HTTP നോഡ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു URL ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ജസ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡേറ്റ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ PDF. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇത് സെൻഡ് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇമെയിലായിട്ട് സെൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ഇമെയിൽ എന്ന് പറയുന്ന നോഡ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏത് ഇമെയിലിൽ നിന്നാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത്, ഏത് ഇമെയിലിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, സബ്ജക്റ്റും ഡേറ്റ് ഫോർമാറ്റും എല്ലാം കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിവിടെ എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ട്, ഏത് ഇമെയിൽ ID നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഗെറ്റ് മൈ SEO റിപ്പോർട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ താങ്ക് യു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. യുവർ പേഴ്സണലൈസ്ഡ് SEO റിപ്പോർട്ട് വിൽ ബി സെൻഡ് യുവർ ഇമെയിൽ ഷോർട്ട്ലി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. ഇനി നമ്മുടെ ഓരോ വർക്ക് ഫ്ലോസ് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങളിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാം കഴിഞ്ഞു, ഇമെയിൽ സെൻഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിലിൽ വന്ന SEO ഓഡിറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ SEO ഓഡിറ്റ് റിപ്പോർട്ട് ഫോർ ഗാൽടെക് ലേണിംഗ് ആയിരുന്നു നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്ന URL. പിന്നെ അതിൻ്റെ ഓവറോൾ സമ്മറി, ഓൺ പേജ് SEO റിപ്പോർട്ട്, ടൈറ്റിൽ ടാഗ്, മെറ്റ ഡിസ്ക്രിപ്ഷൻ, ഓരോന്നിൻ്റെയും കറൻറ്റ് എന്താണ്, അതുപോലെ അതിൻ്റെ അനാലിസിസ് തന്നിട്ടുണ്ട്, റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. മെറ്റ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കറൻറ്റ് എങ്ങനെയാണുള്ളത്, അതിൻ്റെ അനാലിസിസ് വെരി ഗുഡ് ആണോ എക്സലൻ്റ് ആണോ, റെക്കമെൻഡേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെ. പിന്നെ ടെക്നിക്കൽ SEO ഓഡിറ്റ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനറേറ്റ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് റെക്കമെൻഡേഷൻസും അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്സ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സ്. പല വെബ്സൈറ്റ്സിലും നമുക്ക് റിപ്പോർട്ട് സെൻഡ് ചെയ്ത് തരും. അങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ കസ്റ്റമറിൻ്റെ ഇമെയിൽ ID നമ്മളിവിടെ കളക്ട് ചെയ്തു, അവരുടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ നമ്പറും അതുപോലെ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ ലീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീഡ്സ് പോലത്തെ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആസ് എ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിലും നിങ്ങൾക്ക് തിങ്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് വളരെ ഗുഡായിരിക്കും. അത് അല്ല, നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ SEO റിപ്പോർട്ട് മാത്രം നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കിട്ടിയാൽ മതിയെങ്കിലും ആസ് എ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന നിലയിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ പേജ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.